അരി കുതിർക്കാതെ അരയ്ക്കാതെ എളുപ്പത്തിൽ അരിപ്പൊടി വെച്ച് നമ്മുടെ ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടി വെച്ച് നമുക്ക് അടിപൊളിയായിട്ടുള്ള വെള്ളയപ്പം അല്ലെങ്കിൽ പാലപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കാം. അതിനുവേണ്ടി 1 ഗ്ലാസ് അരിപ്പൊടിയാണ് നമുക്ക് വേണ്ടത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇടിയപ്പം പത്തിരിപ്പൊടിയാണ്. 1/2 ഗ്ലാസ് ചിരകിയ തേങ്ങ, 1/4 ഗ്ലാസ് ചോറ്, 1 ടീസ്പൂൺ ഈസ്റ്റ് എന്നിവയാണ്. ഒരു മിക്സിയുടെ ജാർ എടുത്തു. അതിലേക്ക് 1/2 ഗ്ലാസ് ചിരകിയ തേങ്ങ, 1/4 ഗ്ലാസ് ചോറ്, നിങ്ങൾക്ക് ഏത് ചോറ് വേണമെങ്കിലും ഉപയോഗിക്കാം, അല്ലെങ്കിൽ അവലായാലും ഉപയോഗിക്കാം, 2 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായി അരച്ചെടുക്കാം. നന്നായി അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കുക. ഇനി നമുക്ക് 1 ഗ്ലാസ് അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് അരിപ്പൊടി എടുക്കുമ്പോഴാണ് 1/2 ഗ്ലാസ് നാളികേരവും 1/4 ഗ്ലാസ് ചോറും. നിങ്ങളുടെ വീട്ടിലെ ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് ഇത് കൂട്ടേണ്ടതാണ്. നമ്മൾ 1 ഗ്ലാസ് പൊടിയിട്ടു, അതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു, മിക്സിയിൽ നന്നായി ഒന്ന് കറക്കിയെടുത്തു. ഈ മാവും കൂടി നമ്മൾ നേരത്തെ അരച്ചു വെച്ച തേങ്ങാക്കൂട്ടിലോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് ഫെർമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് മാറ്റിവെക്കാം. ഓരോ പ്രദേശത്തെ ടെമ്പറേച്ചർ അനുസരിച്ചും ഈസ്റ്റിൻ്റെ ക്വാളിറ്റി അനുസരിച്ചും പൊങ്ങി വരാനുള്ള സമയം വ്യത്യസ്തമായിരിക്കും. എനിക്കിവിടെ 3 മുതൽ 4 മണിക്കൂറിനുള്ളിൽ തന്നെ നന്നായി മാവ് പൊങ്ങി വന്നു. ഒരു കാര്യം പറയാൻ മറന്നു, ഉപ്പ് നമ്മൾ ചേർത്തിട്ടാണ് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. നന്നായി പൊങ്ങി വന്ന മാവ് ഉപയോഗിച്ച് അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ലേസ് ആയിട്ടുള്ള അപ്പങ്ങൾ നമുക്ക് ചുട്ടെടുക്കാം. അപ്പത്തിന് മാവ് ഒഴിക്കുന്ന വീഡിയോ വിട്ടുപോയി, സോറി. നല്ല അടിപൊളി അപ്പങ്ങൾ നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.